ഇലക്ട്രോപോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പലവിധ തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാരണമായിരുന്നു തിരക്കുകൾ ഒരു ഗ്യാപ്പ് വന്നത്. പക്ഷേ നമ്മൾ തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ഗ്യാപ്പുകളില്ലാതെ പുതിയ നല്ല നല്ല വീഡിയോകൾ, അതായത് നമ്മളിപ്പോൾ അസംബ്ലിംഗ് പരമായിട്ടും അതായിട്ടൊക്കെ പുതിയ പുതിയ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഒരു സബ്വൂഫറിൻ്റെ എന്താ പറയുക, നമ്മളൊരു പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്, അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നു. ഇതിൻ്റെ ഒരു ടീസർ പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഒഫീഷ്യൽ അൺബോക്സിംഗ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഹർമൻ എന്നുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എല്ലാവരും അറിയുന്നൊരു ഇൻ്റർനാഷണലി അറിയുന്നൊരു ബ്രാൻഡാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയിട്ടുള്ള JBL എന്ന് പറയുന്ന സബ്വൂഫർ ബ്രാൻഡ്സാണ്. ആ ഒരു മോഡലാണ് അതിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കി എടുത്തിട്ടുള്ളത്. JBL മിക്കവാറും കോമൺലി യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്, എല്ലാവരുടെയും ഹരമായിട്ടുള്ളൊരു ഇതാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം സെഗ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇൻഫിനിറ്റി എന്നുള്ള സീരീസിൽ പെട്ടിട്ടുള്ള പ്രൈമസ് 1270 എന്ന് പറയുന്നൊരു മോഡലാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. ആക്ച്വലി ഒരു 1200 വാട്ട്സ് PMPO ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സബ്വൂഫറാണ്. അപ്പോൾ ആ ഒരു സബ്വൂഫറിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇത് ചെയ്യാം. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊരു ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 91 dB ആണ് ഇത് വരുന്നത്. 91 dB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല രീതിയിലുള്ള വോയിസ് റെസ്പോൺസ് ഉള്ള രീതിയിലുള്ള ഇതാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആയിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഏകദേശം 35 Hz to 200 Hz വരെയാണ്. 4 ohms ഇമ്പിഡൻസിലാണത് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ JBLും ഇതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണെങ്കിൽ പോലും രണ്ട് രീതിയിലുള്ള വർക്കിംഗ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 300 വാട്ട് RMS ആണ് ശരിക്കും RMS ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് പഞ്ച് രീതിയിലുള്ള ഒരു പഞ്ചിങ് ആയിരിക്കും ഈ ഒരു സബ്ബിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ളത്. നമ്മുടെ എക്സ്പീരിയൻസ് ബേസ്ഡ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതിൻ്റെ പാക്കറ്റ്. അതിന് മുന്നായിട്ട് 1-2 കാര്യങ്ങളൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ സൈഡ് വ്യൂ, ഈ പാക്കറ്റിൻ്റെ സൈഡ് വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുള്ള ഒരു സബ്വൂഫറിൻ്റെ പിക്ചർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഇമ്പോർട്ടിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡയമെൻഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് തുടങ്ങാം. ഈ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് അതിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ അതിൻ്റെ യൂസർ മാനുവലും കൂടിയിട്ടുള്ള ഒരു പാക്കറ്റിലാണ്. അതിനോടൊപ്പം തന്നെ യൂസർ മാനുവൽ കൂടാതെ തന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പലരും എന്താ പറയുക, ചില ആൾക്കാരുടെ ഒരു ഹോബി തന്നെയായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതോടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ പാക്കിങ്ങിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് എങ്ങനെയാണോ അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും അതിൻ്റെ പാക്കിങ്ങിൽ ദൃശ്യമാണ്. ഒരു തെർമോക്കോളിൻ്റെ നല്ല രീതിയിലൊരു ബോക്സ് പാക്കിങ്ങിലാണ് ഈ സംഗതി വന്നിട്ടുള്ളത്. നമുക്ക് ആ തെർമോക്കോളിൻ്റെ കവറിങ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. കണ്ടോ, ഇതേപോലെ ആ സബ്വൂഫർ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ഒരു ഷോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടാത്ത രീതിയിലുള്ള ഒരു ഇതിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. നമുക്ക് നല്ല അതിമനോഹരമായിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മുടെ സബ്വൂഫർ ഇവിടെ കാണാം. ഞാൻ ആ കവറ് അൺവീൽ ചെയ്യാണ്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ബേസിലൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ തെർമോക്കോളിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഒരു കാർഡ്ബോർഡിൻ്റെ റിംഗ് ഷേപ്പിലുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഷോക്കും ഈ ഒരു സബ്വൂഫറിന് കസ്റ്റമറുടെ കയ്യിൽ കിട്ടണവരുണ്ടാകാൻ പാടില്ല എന്ന് അവരുടെ കമ്പനിക്ക് അത്രയും നിഷ്കർഷയുള്ള കാരണമാണ് ഇങ്ങനൊരു രീതിയിലൊരു കവറിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനു മുമ്പ് പല സബ്വൂഫേഴ്സും നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ ഇത് തെർമോക്കോളിൻ്റെ സൈഡ് പാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റേ കാർഡ്ബോർഡിൻ്റെ പീസുകളുടെ സൈഡിൽ പാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കാണാം. ഇത് പക്ക പ്രൊഫഷണലായിട്ട് ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ എല്ലാ വിധത്തിലുള്ള നീറ്റ്നെസ്സും ഇതിൻ്റെ പാക്കിങ്ങിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ കവറ് റിമൂവ് ചെയ്യുന്നൊരു കർമ്മത്തിലേക്ക് ഔദ്യോഗികമായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് സബ്വൂഫറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.5 to 5 കിലോ കൃത്യമായിട്ടും ആ രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഒരു 4.5 to 5 കിലോ വരുന്ന അത് കവർ നീക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന ഒരു പോളിപ്രോപ്പിലീനിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കോൺ, നല്ല അടിപൊളി ഒരു കോൺ.
ആ കോണിൽ ഒരു സ്റ്റീൽ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡസ്റ്റ് ക്യാപ്പിൻ്റെ ഒരു ഇതിൽ ഇൻഫിനിറ്റിയുടെ എംബ്ലം ബാഡ്ജിങ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. നല്ലൊരു അടിപൊളി റബ്ബർ ബീഡിങ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല വെയിറ്റുള്ള ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായാലും അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു റബ്ബറിൻ്റെ ബീഡിങ്. സൈഡിൽ സ്പീക്കറിൻ്റെ എഡ്ജസ് കറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള ഇത് വരുന്നു. ഓക്കെ, ഈ ഒരു സാധനത്തിൻ്റെ ഒരു പ്രധാന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ ഫ്രെയിമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നല്ല അതിൻ്റെ ആ ഫിറ്റ് ആൻഡ് ഫിനിഷ് കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഡബിൾ മാഗ്നറ്റാണ്, ഓൾമോസ്റ്റ് ഡബിൾ മാഗ്നറ്റാണ് വരുന്നത്. നമുക്ക് ആ ഡബിൾ മാഗ്നറ്റ് ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് കാണാം. അതിൻ്റെ പുറകിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എയർ വെൻറ്റ് അതിൻ്റെ അകത്ത് അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമസ് 1270 1200 വാട്ടാണ് PMPO വരുന്നത്, 300 വാട്ട് RMS. ഹാർമൻ എന്നുള്ള ബ്രാൻഡിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ട, നോർത്ത് റീച്ച്. അപ്പോൾ ശരിക്കും ഇതൊരു US ബ്രാൻഡാണ്. ആ US ബ്രാൻഡിൻ്റെ സകലവിധ ക്വാളിറ്റി നമുക്കിതിലുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും US-ലായിരിക്കില്ല. ഇതിൻ്റെ ഡിസൈനിങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം US ബേസ്ഡ് ആയിരിക്കും വരിക. ഇനി ഇതിൻ്റെ സ്പീക്കർ കണക്ടേഴ്സ് എല്ലാം സാധാരണ ടൈപ്പ് സ്പീക്കർ കണക്ടേഴ്സ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സാധാരണ രീതിയിലുള്ള സ്പീക്കർ കണക്ടേഴ്സാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിതിൻ്റെ ഒരു പ്രധാന സ്പെസിഫിക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സബ്വൂഫറിൻ്റെ വർക്കിങ്ങിൽ അതിൻ്റെ വോയിസ് കോയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ JBL പോലെ തന്നെ ഒരു 2 ഇഞ്ചിൻ്റെ നല്ല രീതിയിലുള്ള ഒരു വോയിസ് കോയിലാണ് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം അതിൻ്റെ ആ ഒരു സ്പൈഡറിൻ്റെ അലൈൻമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒരിക്കലും ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ക്വാളിറ്റി അതിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കൂടെ തുടർന്ന് കാണാം.